ഞാനെന്നാ ചെല്ലട്ടെ. ശരി എന്നാ. എന്തോരം നല്ല ചെറുപ്പക്കാരനായിരുന്നു. അവൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും കരച്ചിൽ കേട്ടാൽ സഹിക്കില്ല. എന്തു പറയാനാ ഓരോരുത്തരെ വിധി. ബാബുനെ കൊന്നത് നമ്മുടെ കുട്ടപ്പനാശ്ശേരിയുടെ പെങ്ങളുടെ മക്കളല്ലേ. ആ പിള്ളേരല്ലേ കഴിഞ്ഞ ആഴ്ച അവിടെ നമ്മുടെ മത്തക്കണ്ണന്മാർട്ടിയുടെ വീട്ടിൽ കട്ടില് പണിയാൻ വന്നേ. ചെറിയ പിള്ളേരല്ലേ. അമ്മ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോടാ. വേണ്ട. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ദുഃഖങ്ങൾ വരുമ്പോഴാണ് മനുഷ്യന് പ്രായം കൂടുന്നത്. ഷേവ് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട. പെണ്ണുങ്ങൾക്ക് ഇഷ്ടം താടിയാണ്. എടി കൂടുതൽ അണിഞ്ഞൊരുങ്ങാണ്ട് ഞായറാഴ്ചയായിട്ട് മുഴുവൻ കുർബാനാണോ നോക്കിയേ. ആ സൂര്യയുടെ വീട്ടിൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത് തെരുവിളിയാ. അവനൊരു 4 മാസത്തെ പൈസ തരല്ലേ. അത് വന്നു കഴിയുമ്പോ ഗ്രെയിൻസ് ഒക്കെ മാറി മമ്മൂട്ടി മോഹൻലാലൊക്കെ വരും എന്ന് പറഞ്ഞാൽ മതി. ആ മണിയംകുളത്തിന്റെ അടുത്ത് ജംഗ്ഷൻ ബോക്സ് പോയി കിടന്നിട്ട് നിനക്കൊന്ന് പോയി നോക്കാറുണ്ടടാ. വരുമ്പോ കുറച്ച് ഇഞ്ചി പച്ചമുളകും വേപ്പിലും വാങ്ങി വന്നോളൂ കേട്ടോ. പിന്നെ പോർക്കിറച്ചി വാങ്ങണെങ്കിൽ തൊണ്ടങ്ങ ജോസിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അമ്മ പോർക്കിറച്ചി എന്തിട്ട് വെക്കണേ? കായിട്ട കുറുക്കിട്ടാ? അല്ലടാ, 1 ഇഞ്ച് മെറ്റിലിട്ടിട്ട്. നീ പോയിട്ട് മുഴുവൻ കുർബാനാണോ നോക്കടേ ഇറക്കാം. ഒരു കാര്യം അന്വേഷിക്കും. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് മിനിങ്ങിയില്ലല്ലോ. അതെങ്ങനെയാണ്? ആ നാരി കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ മുമ്പ് ദുബായിക്ക് പോയില്ലേ? ദൈവമേ, ഇവിടെ കെട്ടിക്കാറായല്ലോ. മൂത്തടന്റെ കോഴി പാല് കഴിഞ്ഞ് കറി വെക്കാറായി. നല്ല നെയ്യ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് കൂടി ഇടണം. ഇളയപ്പൻ്റെ കടയിൽ നല്ല കച്ചവടം ഉണ്ട്. പള്ളിയിലെ സൗണ്ട് സിസ്റ്റം ശരിയല്ല. ബാക്കിലിരിക്കുന്നവർക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അച്ഛനോടൊന്ന് പറയണം. ജർമ്മൻ പ്രോഗ്രാം. ഇത് സഖി സുസൻ കുര്യൻ, ഇപ്പോഴത്തെ എൻ്റെ പ്രേമഭാചനം. അപ്പം നിങ്ങൾ ചോദിക്കും സീമ എവിടെ പോയിന്ന്. കപ്പയും മുട്ടേനേക്കാളും നല്ല കോമ്പിനേഷൻ കപ്പയും പോർക്കാണെന്ന് കുഞ്ചി തിരിച്ചറിഞ്ഞ പോലെ സീമയ്ക്കും തിരിച്ചറിവുണ്ടായി. അവളൊരു പോർക്കിനെയും കെട്ടി സിംഗപ്പൂർക്ക് സ്കൂട്ടായി. മുട്ടയ്ക്ക് നല്ല കോമ്പിനേഷൻ ഗ്രീൻ പീസ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ഈ പീസിനെയും കെട്ടി ജർമ്മനിക്ക് സ്കൂട്ടാവുന്നുള്ള ഐഡിയയിൽ ഇവളെ ചാലാക്കി. ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് വർക്കി ആനീസിനെ ചാലാക്കിയത്. അവളിപ്പോൾ അങ്കമാലി സ്റ്റേഷനിലെ കോൺസ്റ്റബിളാ.